ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേരുടെ ചാനലിൽ ഒരുപാട് പ്രോബ്ലം വരുന്നുണ്ട്. അതിൽ സിമിലിയർ ആയിട്ട് വരുന്ന പ്രോബ്ലമാണ് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരു പക്ഷേ AI വീഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ചാനലിൽ കൊണ്ടുപോകാം എന്ന് കരുതുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നവരായിരിക്കാം AI വീഡിയോ ഇട്ടിട്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്, ഈ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ കൊളാബ് ചെയ്തിട്ട് ആ ഷോർട്സ് വീഡിയോ കൊളാബ് ചെയ്തിട്ട് ഞാൻ വെറുതെ മുണ്ടാണ്ടിരുന്നിട്ട് ആ വീഡിയോ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട്. ഞാൻ പലവർക്കും എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ വാട്സപ്പിൽ ഇഷ്ടം പോലെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ ഡൗട്ടുകളും ഓരോ കാര്യങ്ങളും ഓരോ സർവീസും എല്ലാം ഇങ്ങനെ എൻ്റെ വാട്സപ്പിൽ വന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഫ്രീ ടൈം മുഴുവൻ ഞാൻ എന്താ ചെയ്യാറിയോ, ഈ വാട്സപ്പിലുള്ള ഓരോരുത്തരുടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാണ്. ഈ പ്രോബ്ലങ്ങളിൽ സിമിലർ ആയിട്ട് അധികവും വരുന്നത് ഒന്ന് AI വീഡിയോ ഇട്ടിട്ട് അത് എങ്ങനെ ഇടേണ്ടതെന്ന് അറിയായ്മ കൊണ്ട് പലപ്പോഴും ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടായിട്ടും, രണ്ടാമത് വരുന്നത് ഇത്തരത്തിൽ കൊളാബ് വീഡിയോ ചെയ്തിട്ടുള്ള റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം, മൂന്നാമത് റിലേറ്റീവ് ആയിട്ടുള്ള ചാനൽ വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഒരു മോണിറ്റൈസേഷൻ കട്ടായി പോകുന്നത്. ഇങ്ങനെ ഒട്ടനവധി പ്രോബ്ലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ വരിക. അതിനുശേഷം വരുന്നതൊക്കെയാണ് മറ്റുള്ള പ്രോബ്ലങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനെ വരുന്നത് ഒന്ന് അറിവില്ലായ്മ കൊണ്ടാണ്, അവർക്ക് അറിവില്ല. രണ്ട്, അവരൊന്ന് ഭാഗ്യപരീക്ഷണം പരിശോധിക്കുകയാണ്. എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി, മറ്റു എൻ്റെ സ്വന്തം വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഏണിങ്സ് കിട്ടുന്നില്ല, എൻ്റെ വീഡിയോ ആരും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, അപ്പൊ ഞാൻ മറ്റുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പരീക്ഷിക്കട്ടെ. ആ ഒരു പരീക്ഷണമാണ് അപകടത്തിൽ പോകുന്നത്. അത് അറിവില്ലായ്മ കൊണ്ടാണ്. ആ ഒരു അപകടം വരുന്നത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ഈ വീഡിയോ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ യൂട്യൂബ് പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് അഡ്വർടൈസർ ഫ്രണ്ട്ലി, അതായത് ഇതിൽ ആർട്സ് പ്രവർത്തിച്ചിട്ടാണ് യൂട്യൂബിന് 1% വരുമാനം, നമുക്കൊരു ശതമാനം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് നമുക്കും വരുമാനം തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നിയ പോലെ എല്ലാം ഇടാന്ന് കരുതി കഴിഞ്ഞാൽ അതിൽ ആർട്സ് കമ്പനി അതിൽ ആഡ് റൺ ചെയ്യിപ്പിക്കാനുള്ള അവകാശം യൂട്യൂബിന് കൊടുക്കില്ല. കാരണം അത്തരത്തിലുള്ള വീഡിയോയ്ക്ക് ആർട്സ് കൊടുത്തിട്ട് ആ ഒരു ചാനൽ മുന്നോട്ട് അത് യൂട്യൂബ് ചിന്തിക്കുന്നില്ല അങ്ങനെ കൊണ്ടുപോകണം. അതിൽ കൂടുതൽ കമ്പനികൾ ആർട്സ് റൺ ചെയ്യിക്കാൻ വേണ്ടി തരും, അങ്ങനെ യൂട്യൂബ് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള എടുത്തുകളയിൽ റിലേറ്റീവ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിലധികം ഒരേപോലെ ചാനൽ സെയിം കണ്ടന്റ് സെയിം ടൈറ്റിൽ കൊടുത്തിട്ട് ഒരേ ചാനൽ വേറൊരു ചാനലും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം. അപ്പോൾ ആ മെയിൽ ഐ ഡിയിലുള്ള എല്ലാ ചാനലും യൂട്യൂബ് എടുത്തു കളയും. എന്നിട്ട് മെയിൽ ഐ ഡിയിലുള്ള ചാനലും പോയി സസ്പെൻഡും ആക്കും, യൂട്യൂബേ സസ്പെൻഡ് ആയിപ്പോയി. അപ്പൊ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം, എൻ്റെ ചാനലിൽ ഒരു പ്രോബ്ലം വരാണ്ട് നല്ല രീതിയിൽ വീഡിയോ ഇട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പൊ മെസ്സേജ് കാണിക്കാത്തത് ഇതിൽ ഒരുപാട് നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നു, ഒരുപാട് ഉണ്ട്. ഇതൊക്കെ ഞാൻ ആൻസർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറെ ID വെരിഫിക്കേഷൻ അങ്ങനെ ഒട്ടനവധി ആഡ്സൻസ് എറർ ഒക്കെ ഉണ്ട്. എല്ലാം ചെയ്തു കൊടുക്കണം. കാരണം വീഡിയോ എനിക്ക് എടുക്കുകയും വേണം. വീഡിയോ എടുക്കാൻ പലപ്പോഴും സാധിക്കാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാനും ഇങ്ങനെ വൈകി പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഫാമിലി ആദ്യം ഞാൻ പറയട്ടെ, കൊളാബ് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കൊളാബ് ചെയ്യരുത്. യൂട്യൂബിൽ അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രം കൊളാബ് ചെയ്താൽ മതി. നിങ്ങൾ അതിൽ ആക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ സംസാരിക്കണം. ആ കൊളാബ് വീഡിയോ നടക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള പ്രസൻസ് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിലധികവും പേര് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പകുതി മുക്കാലും അവരുടെ വീഡിയോ ആയിരിക്കും, നമ്മൾ ഒരു ശതമാനം ഒരു സൈഡിലും മുക്കിലും മൂലയിലും നിന്നിട്ട് അവരുടെ വീഡിയോ വെച്ചിട്ട് റീച്ച് ആവാം എന്ന് കരുതിയിട്ടാണ് പലരും ചെയ്യുന്നത്. അങ്ങനെ ഒരു മേഡത്തിന്റെ റീയൂസർ കണ്ടന്റ് ആയിട്ട് അവർ കരഞ്ഞു പറയാണ്. അതിൽ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയോ, $90 $95 ഒക്കെ ആയിട്ട് അടുത്ത മാസം പേയ്മെന്റ് കിട്ടും. അതൊരു 10-ാം തീയതി അപ്ഡേറ്റ് ആയിട്ട് അടുത്ത മാസം 21 to 27 എനിക്ക് പേയ്മെന്റ് കിട്ടും എന്നുള്ള സന്തോഷകരമായിട്ട് ഇരിക്കുന്ന സമയമാണ്. ആ സമയമാണ് ഇവർ റീയൂസർ കണ്ടന്റ് തരിക. എപ്പോഴും യൂട്യൂബിന്റെ എറർ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഓരോരുത്തരും ക്രിയേറ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പെനാൽറ്റി കിട്ടുന്നത് എങ്ങനെ അറിയോ, നിങ്ങളുടെ ആ ഒരു എമൗണ്ട് നിങ്ങൾ പിൻവലിക്കാം എന്ന് കരുതി, ബാങ്കിലോട്ട് വരും എന്ന് കരുതിയിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് പെനാൽറ്റി കൂടുതലും കിട്ടുക. നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ആകുക, നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് ആകുക, ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്, മനസ്സ് മരവിക്കും. ഞാൻ എത്ര ദിവസം പണിയെടുത്ത് ഒന്നും കിട്ടാണ്ടായി, എനിക്കൊരു ഗുണവും ഇല്ലാണ്ടായി എന്നുള്ള രീതിക്ക് മനസ്സ് മരവിക്കും. അപ്പൊ അതില്ലാണ്ടിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സ് മരവിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. യൂട്യൂബ് പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ നിങ്ങൾ വീഡിയോസ് ഇടരുത്. നിങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെ തടയാൻ ആരുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങളുടെ ചാനലിനെ ഒരാൾ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. യൂട്യൂബ് വിചാരിക്കുക എന്നല്ലാണ്ട് വേറൊരാൾ വിചാരിക്കുകയല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ യൂട്യൂബ് പോലും അങ്ങനെ വിചാരിക്കാണ്ടിരിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ വീഡിയോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മുടെ ചാനൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇത് എൻ്റെ സ്വന്തം കണ്ടന്റ് ആണ്, ഇതിൽ ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്.
എൻ്റെ സ്വന്തം പ്രയത്നത്തിൽ ഉണ്ടാക്കിയ ചാനൽ, എൻ്റെ പ്രയത്നത്തിൽ ഉണ്ടാക്കിയ വീഡിയോസ് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ട അറിയോ? ഞാൻ എപ്പോഴും പറയും, മുമ്പ് ഞാൻ കുറെ വർഷങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യമാണ്. അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതിൽ പ്രസൻസ് ആയിട്ട് നിങ്ങൾ നിന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് കൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. റീയൂസ്ഡ് കണ്ടന്റ് വരില്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അവരുടെ വീഡിയോയ്ക്ക് ആ വീഡിയോ പ്രദർശിപ്പിക്കുന്നു, അതിനനുസരിച്ചിട്ട് നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് കാണിക്കുന്നു, അതിൽ നിങ്ങൾക്ക് റീയൂസ്ഡ് വരില്ല. ഇത് റീയൂസ്ഡ് വരുന്നത് എന്താണ്? ഒരു ഭാഗ്യ പരീക്ഷണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അയച്ചു കൊടുക്കും. ഗൾഫിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് അയച്ചതെന്നാണ്, ആരുമില്ല, അവൻ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ബുർജ് ഖലീഫിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുക. ചിലപ്പോൾ അത് ഓൾറെഡി യൂട്യൂബിലുള്ളതായിരിക്കും, ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടതായിരിക്കും. അപ്പൊ ഈ സുഹൃത്ത് എന്ത് വിചാരിക്കും? അവൻ ദുബായിലാണല്ലോ, അപ്പൊ ബുർജ് ഖലീഫിന്റെ വീഡിയോ അവൻ എടുത്തിട്ട് എനിക്ക് തന്നതാണെന്ന് കരുതി ഇവൻ എന്ത് ചെയ്യും? യൂട്യൂബിലിടും. അങ്ങനെ യൂട്യൂബിലിടുമ്പോൾ എന്താണ്? അവിടെ റീയൂസ്ഡ് കണ്ടന്റ് ആയി, അതായത് റീയൂസ്ഡ്, ഒന്നിലധികം ആ വീഡിയോ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഉപയോഗിക്കാതിരിക്കുക. റീയൂസ്ഡ് കണ്ടന്റിനെ എന്തായാലും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യം ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്വന്തം വീഡിയോ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ആയിട്ട് എത്രത്തോളം നിങ്ങൾ വീഡിയോസ് ഉപയോഗിക്കുന്നു അത് റീയൂസ്ഡ് ആണ്, നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവും. പിന്നെ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പീൽ ചെയ്തിട്ട് നിങ്ങൾ സ്ഥാപിക്കണം, ഇതിൽ ഞാൻ എൻ്റെതായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ളൂ, മറ്റുള്ള വീഡിയോ ഇട്ടിട്ടില്ല എന്ന് സ്ഥാപിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ റീഅപ്ലൈ പറഞ്ഞിരിക്കുന്നത് ആ ടൈമിൽ നിങ്ങൾ റീഅപ്ലൈ ചെയ്യാം. ആ ടൈമിൽ നിങ്ങൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കണം, എന്നിരുന്നാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു 3 മാസം പെനാൽറ്റി ആയിരിക്കും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഉള്ള വാച്ച് അവർ ഒക്കെ പോകും. ചിലപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ മറ്റുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും എടുത്തിട്ട് ഇട്ടുണ്ടാകുക, അതിനുള്ള വാച്ച് അവർ ഒക്കെ പോകുന്നതായിരിക്കും ഡിലീറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ റീയൂസ്ഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി കൊളാബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കൊളാബ് ചെയ്യരുത്, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാണ്ട് നിങ്ങൾ കൊളാബ് ചെയ്യരുത്, നിങ്ങളുടെ ചാനലിന് അപകടമാണ്. ഓക്കെ, കൊളാബിൽ അധികം നിൽക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവൈ ചെയ്യും, നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യും, ഒരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ റിലേറ്റീവ് ചാനൽ, അതായത് റിലേറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള ചാനൽ, ഒരേ സെയിം കണ്ടന്റ് സെയിം ടൈറ്റിലൊക്കെ ഇട്ടിട്ട് വേറൊരു ചാനൽ ഉണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കളഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ചാനലിൽ സെയിം കണ്ടന്റിന്റെ ഭേദഗതികൾ വരുത്തുക, ടൈറ്റിൽ ഭേദഗതികൾ വരുത്തുക, കണ്ടന്റിൽ ഭേദഗതികൾ വരുത്തുക, എന്നിട്ട് നിങ്ങൾ റീഅപ്ലൈ ചെയ്യുക. പിന്നെയുള്ളതാണ് AI വീഡിയോ. AI വീഡിയോ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് പേര് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബോട്ട് ഉപയോഗിച്ചിട്ടുള്ള വോയിസ് ജനറേറ്റർ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വോയിസ് ഹ്യൂമൻ ടച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് AI ആയിട്ട് അനുമാനിച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ പ്രസൻസിൽ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് അതിന് മോണിറ്റൈസേഷൻ കിട്ടാറില്ല. AI വീഡിയോ ചെയ്യുമ്പോൾ ഒന്നിലെയും പെയ്ഡ് ആയിട്ടുള്ള സർവീസ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഹ്യൂമൻ വോയിസ് ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റും? നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസിന് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ പ്രസൻസിലുള്ള വീഡിയോസ് ആയിരിക്കണം. AI വീഡിയോ എടുക്കുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കണം. മറ്റുള്ളവിടെ നിന്നുള്ള AI വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടരുത്, അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. പലവരും അങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവർ ആരെങ്കിലും ഇട്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടും. അങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഇപ്പോൾ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ടൂളുകളുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കാനുള്ളത് മറക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള ഹ്യൂമൻ ടച്ച് ആയിട്ടുള്ള ഒറിജിനൽ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കുക. എന്നിട്ട് AI വീഡിയോനെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ട് എന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാക്കിയിരിക്കണം. യൂട്യൂബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കിട്ടും. അങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ വേറെ ഈ ഒരു അടുത്ത കാലത്ത് ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കാട്ടിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള മലഞ്ചെരുവിലൂടെയോ എവിടെയെങ്കിലും നമ്മളിങ്ങനെ പോവുകയാണ്, സീനറികളെല്ലാം നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ വീഡിയോസ് എടുത്ത് ആ വീഡിയോസിൽ നമ്മൾ ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ നമ്മൾ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം ടൈപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോസ് നമ്മുടെ കേട്ടോ, അതിന്റെ പിറകിലുള്ള വീഡിയോസ് നമ്മളുടെയാണ്. അപ്പൊ അത്തരം വീഡിയോകൾ അങ്ങനെയുള്ള ഷോർട്സുകൾ ഇട്ടിട്ടുള്ള ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഈ അടുത്ത്. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട് വീഡിയോസ്, അത് ഷോർട്സ് മാത്രം ഇട്ട് പോകുന്ന ചാനലാണ് കേട്ടോ. ലോങ് വീഡിയോയിലല്ല. ലോങ് വീഡിയോയിലാണെങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കണം. വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഷോർട്സ് മാത്രമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇമോഷണൽ കണ്ടന്റിലുള്ള ടൈപ്പുകൾ ഉണ്ടല്ലോ, ടൈപ്പ് ചെയ്തിട്ട് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് അത്തരത്തിലുള്ള വീഡിയോസും മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു അറിവെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ, ഫാമിലി ഒരുപാട് പേര് പ്രോബ്ലമായി വരുമ്പോൾ ഇതെന്റെ മറ്റുള്ള ഫാമിലി, ഈ വീഡിയോ കാണുന്ന ഓരോ ഫാമിലിക്കും ആ ഒരു അപകടം വരരുത്, ഇത് മനസ്സിലാക്കിയിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പാടാണെന്നുള്ളത് എനിക്കറിയാം.
കാരണം എനിക്കറിയാമെന്ന് പറയാൻ കാരണം ഒരുപാട് പേര് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. അതിൽ സബ് വേണം, വാച്ച് അവർ വേണം, വ്യൂസ് വേണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം പേയ്മെന്റിലൂടെ ഇത്രയും കാര്യങ്ങൾ അവർ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ചാനലിനോടുള്ള ഇഷ്ടം കൊണ്ടും അതിൽ നിന്ന് 10 രൂപ ഏണിങ്സ് ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ വരുന്നു എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാനലിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ചാനലിൽ ഒരു പ്രോബ്ലം വരരുത് എന്ന് കരുതിയിട്ട് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും വിജയങ്ങൾ നേടട്ടെ, നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ചാനൽ ഒരു അപകടവും ഇല്ലാണ്ട് നല്ല രീതിയിൽ, നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഈ ഒരു എന്നും അങ്ങനെ ഒരു വിശ്വസിച്ച് അങ്ങനെ തന്നെ ആവണമെന്ന് സന്തോഷിക്കുന്ന, നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരുപാട് പേരിന് പ്ലേ ബട്ടൺ, ഒരു മാഡത്തിന് പ്ലേ ബട്ടൺ 3 മാസം തൊട്ട് 6 മാസം അവർ വെയിറ്റ് ചെയ്തു നമ്മുടെ അടുത്ത് വർക്ക് തന്നിട്ട്. ഇപ്പോൾ 10,000 രൂപ അവർ വേണം എന്ന് പറഞ്ഞു, 10,000 ചില്ലറ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ ഇല്ലാണ്ട്, അവർക്ക് ഒരു പൈസ ഇല്ലാണ്ട് ആ 10,000 റുപ്യയും കെട്ടണ്ട. പിന്നെ അവർ പറഞ്ഞു 3,600 രൂപ ബാംഗ്ലൂർ അവർ ഗോഡൌണിൽ വെച്ചതിന്റെ ഫീസ് വേണം പറഞ്ഞിട്ട് അതടക്കം സോൾവ് ചെയ്ത്, അതടക്കം കൊടുക്കാൻ കഴിയില്ല, നിങ്ങളുടെ കാരണത്താലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത്, ഞാനും എൻ്റെ വൈഫും അതിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ പൈസ കൊടുക്കാൻ കഴിയില്ല, എൻ്റെ വൈഫാണ് ഏറ്റവും കൂടുതൽ അതിൽ എഫേർട്ട് എടുത്തത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫാമിലി ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ആവുന്ന പോലെ ആരെയൊക്കെ സമീപിക്കാൻ പറ്റും അത്രയും സമീപിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത്രയും പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് അത്രയോ ഇഷ്ടം. അവർ പൈസ അടക്കം 10,000 രൂപ ഞാൻ ഇക്കാക്ക് അയച്ചു തരാം, എന്നാലും യൂട്യൂബ് ടീമിൽ അയക്കില്ല, അങ്ങനെ എനിക്ക് അവരിനെ കുറിച്ച് അറിയില്ല, ഇക്കാക്ക് ഞാൻ അയച്ചു തരാം, എന്നിട്ട് ഇക്ക കൊടുത്താൽ മതി എന്നടക്കം ആ ഒരു മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഹോൾഡ് ചെയ്യൂ, പൈസ ഒന്നും ഇപ്പൊ എനിക്ക് അയക്കണ്ട, ഞാൻ പരമാവധി നോക്കട്ടെ, നമുക്ക് പരമാവധി ഇതിന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരിന് വെയിറ്റ് ചെയ്യിപ്പിച്ച് ലാസ്റ്റ് അവരോട് ഞാൻ പറഞ്ഞു 3,600 വരെ എത്തിയിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ പറഞ്ഞപ്പോൾ അവര് താങ്ക്സ് ഒക്കെ ഒന്ന് ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വെയിറ്റ് ചെയ്തു. എപ്പോഴും യൂട്യൂബിന്റെ ഓരോ വർക്കിലും നമ്മുടെ ഫാമിലിയിൽ ക്ഷമയോട് ഇരുന്നവർക്ക് അവരുടെ ചാനലിൽ ഫുൾ മോണിറ്റൈസേഷന്റെ എല്ലാ കാര്യങ്ങളും എററായിട്ടുണ്ട്, എന്തെങ്കിലും ആഡ്സെൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 6 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അവരുടെ ആഡ്സെൻസ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പല രീതിയിലും യൂട്യൂബ് റിജക്റ്റ് ആക്കി കൊണ്ടേയിരിക്കും പല ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ച് അതിനെല്ലാം സോൾവ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെഡിയാക്കി കൊടുക്കും എല്ലാവരുടെയും ക്ഷമയാണ്. ക്ഷമയുള്ളവർക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയം കരസ്ഥമാക്കാൻ പറ്റും. ക്ഷമയല്ലാണ്ട് വേറൊന്നുമില്ല. ക്ഷമ വേണം, എന്തൊരു കാര്യത്തിൽ ക്ഷമ വേണം. ആ ക്ഷമയുള്ളവർക്ക് എന്തായാലും ജീവിതത്തിൽ നല്ല വിജയം നേടാൻ കഴിയും. അപ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ക്ഷമയോടുകൂടി ഇരിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ വിജയം കരസ്ഥമാക്കാൻ പറ്റും. ഈ ബിഗിനറായിട്ട് വരുന്നവരൊക്കെ 4-5 വീഡിയോ ഇട്ടിട്ട് ഓടും, എനിക്കൊന്നും ആവില്ല എന്ന്. അങ്ങനെയൊന്നുമല്ല, ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയം കരസ്ഥമാക്കാൻ പറ്റും. അത് സുനിശ്ചിതമാണ്, അതിൽ യാതൊരു ബാർഗനും ഇല്ല. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ, ഫേസ്ബുക്ക് എന്നിലൂടെ, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉപയോഗപ്പെടുത്തുക, നല്ല രീതിയിൽ മുന്നോട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.